നിങ്ങൾക്ക് വായുന്ന റബ്ബ്, ആകാശം പടച്ച റബ്ബ്, ഭൂമിയെ പടച്ച റബ്ബ്, ആ റബ്ബിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കുകയോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളെ മുദ്രാവാക്യം തന്നെ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങളുടെ നിസ്കാരം, നോമ്പും ജീവനും മരണവും ഒക്കെ ഞങ്ങളെ റബ്ബിനുള്ളതാ. റബ്ബിനെ ആരാധകരോ ഞങ്ങൾക്കോ? ആരാണിത് പറഞ്ഞത്? ഇല്ല ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഞങ്ങളുടെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലും അടിയുറച്ച് ഉറച്ചുറച്ചുറച്ചു വരുന്നതാണ്. ഇളക്കാൻ, ആ ചെങ്കോട്ടയെ തകർക്കാൻ ലോകപ്പുറത്തമതിലേക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റബ്ബാണ് സാക്ഷി. ഇതാ മഹ്ശറയിലെത്തിയിട്ട് ഞങ്ങൾ പറയും, റബ്ബേ, ഞങ്ങളെ ഉസ്താദ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് കാണുന്ന ബോധ്യപ്പെട്ടത് ഈ ജനങ്ങളെ സാക്ഷി നിർത്തി ഇന്നങ്ങാടിയിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റബ്ബേ, ഈ ജനങ്ങളതിന് സാക്ഷിയാണ്. ഇവിടെയുള്ള മൺതരികൾ സാക്ഷിയാണ്, പുൽക്കൊടികൾ സാക്ഷിയാണ്, ആകാശം സാക്ഷിയാണ്, മലക്കുകൾ സാക്ഷിയാണ്. റബ്ബേ, ഞങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അവർ സ്വീകരിക്കാത്തതിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഞങ്ങളെ റബ്ബിന്റെ മുമ്പിൽ പറയും. അത് പറയുമ്പോ കൈകടിക്കാതിരിക്കാൻ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നോ? വളരെ സ്നേഹത്തോടെയുള്ള ഉപദേശമാണ്. ഹദീസിലും തെളിവുണ്ടോ? മനസ്സിലായി. നിബിദിനം കഴിക്കാനേ ഖുർആനിലും ഹദീസിലും തെളിവുണ്ടോ? ചില ക്ലിപ്പൊക്കെ ഒഴിവാക്കി. പിന്നെ അതുപോലെ നബിന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലാണോ? അതുപോലെ നബിനെ സംബന്ധിച്ച് പിന്നെ ഞാനൊക്കെ പറയും. ഇത് മനസ്സിലായി. ഒന്ന്, അതിപ്പോ 101 കോടി ഒരു സ്ഥലത്ത് ഇനാം പ്രഖ്യാപിച്ചത് ഏത് നബിദിനം ഇസ്ലാമികമാണെന്ന് തെളിയിച്ചാൽ ഞാൻ പറഞ്ഞു ഒരുപാടുണ്ട് നമ്മളെ അടുത്തുണ്ട്. മുജാഹിദിന്റെ അടുത്ത് വരെ പൈസ ഉണ്ടെന്നാണ്. അപ്പൊ പേരോണ്ടൊക്കെ 150 കൊടുക്കണം എന്നുള്ള പറഞ്ഞു. ഓടി ഇരിക്കട്ടെ, ഞാൻ പറയുന്നു നബിദിനം ഞാൻ നിങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട്, ഈ ജനങ്ങളെ മുമ്പിൽ നിർത്തിയിട്ടാ പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. വളരെ പച്ചയായിട്ടാണ് നബിദിനത്തിന്റെ ഉദ്ഘാടനം കഴിച്ചത് ഹബീബായി നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലെങ്കിൽ അല്ലാന്നൊന്ന് പറയുന്നത് അതല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് അല്ല? ഞാൻ തെളിവ് പറയും, കേട്ടോളൂ. അപ്പോഴല്ലേ ചർച്ച. നബിദിനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ? അത് അതിന് തെളിവ് പറയാനും ഒരൊറ്റ കാര്യം ഇപ്പൊ ഒരു അടിയന്തരമായിട്ട് പറയാം. എന്താണെന്നറിയോ? ഇപ്പൊ മുജാഹിദ് തർക്കിച്ച് എവിടെ എത്തിയെന്നറിയോ? നബി ജനിച്ചത് റമളാനിലാണല്ലോ. അവിടുന്ന് അവിടെയൊക്കെ പോയപ്പോ നബി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലാണ്. അറിയാത്ത 2ാം ക്ലാസ്സിലെ കുട്ടി ഉണ്ടാവോ സഹോദരന്മാരെ? ഇല്ല. ഒരു 2ലെ കുട്ടിക്കറിയില്ലത്. എന്നാ മുജാഹിദ് മൗലവി പറയാണ് നബി ജനിച്ചത് റമളാനിലാണ്. കേട്ടോളിങ്ങൾ. ഇതാണ് ഇപ്പൊ വരെ വിവരം. നിത്യദിനം ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമളാനിലാണ്. മുഹമ്മദ് നബിയായത് റമളാനിലാണ്. അല്ലേ? 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 ആർക്കാ അതിലെതിരെ അഭിപ്രായം? ഇനി ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട്. ആ കൂടി കാണിച്ചത് എന്താ വെല്ലുവിളി എന്നറിയോ? നബി ജനിച്ചത് റബീഉൽ അവ്വലിലാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? പക്ഷെ മൂപ്പര് നമ്മൾ വെല്ലുവിളിക്കുന്നവരല്ല പറഞ്ഞത്. മൂപ്പര് മുമ്പിൽ 4 മുജാഹിദീൻ കണ്ടു. ഓരോടാ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരുണ്ടാകാൻ മൂപ്പർക്ക് തന്നെ അറിയാനാ. ആന്ന് കേൾപ്പിച്ചു കൊടുക്കും. അറിയുമോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഈ സദസ്സിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. കേട്ടല്ലോ? എന്നാ വരൂ, എന്റെ അനസ് മൗലവി, നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിന്റെ അടുത്ത സുഹൃത്തല്ലേ? അല്ലേ? ആണല്ലോ. നിങ്ങളൊന്ന് പറയും, എന്നാ നബി തങ്ങൾ ജനിച്ചത്? ഒന്ന് പറയാൻ അനസ് മൗലവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഞാൻ പറയുന്നത് ഇത് രണ്ടും കൂടി ഇപ്പൊ ശരിയാവും. നബി റബീഉൽ അവ്വലിൽ ജനിക്കുക, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ജനിക്കുക. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയില്ലേ എന്റെ സഹോദരന്മാരെ? അപ്പൊ റമളാനിലാണ് ജനിച്ചത് എന്ന് വരെ ഇവർ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോഴാ നമ്മൾ പറഞ്ഞു, വെറുതെ പറഞ്ഞു കൊടുക്കണ്ട, നിങ്ങൾ എന്ത് വായ തുറന്നാലും ശ്രദ്ധിച്ച് പറയണം. കാരണം എന്താ പറയുക, ഇപ്പുറത്ത് ഞങ്ങളാണുള്ളത്. കാന്തപുരത്തിന്റെയും അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ സുന്നി വരക്കൽ മുല്ലക്കോയ കോങ്ങൾ മുതൽ ഇവിടെ പഠിപ്പിച്ച സുന്നി ആദർശം അല്ലേ, അവിടുന്ന് അങ്ങോട്ട് പോന്നു ഓരോ മഹാന്മാരും, അബ്ദുൽ ബാരി മുസ്ലിയാരും, കണ്ണിയത്ത് ഉസ്താദും, ശംസുൽ ഉലമയും എല്ലാവരും പഠിപ്പിച്ച ഈ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് നബിതങ്ങളതാ നബിതങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു അറബ് നടത്തുന്നു. കേട്ടോ കേട്ടോ.
അപ്പൊ മൗലിക ഇങ്ങനെ പാടാൻ ഒരുങ്ങുണ്ടാവും. ഞാൻ അതിന് തന്നെ പാടിത്തരാം. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജ്റമുന്നോ ഇതിന് ശേഷം വന്നതാ. ആ പാടുകയാണെങ്കിൽ ഞാനപ്പം മറുപടി. ഓക്കെ, ആ പാടില്ലെങ്കിൽ ഞാൻ പിന്നെ മറുപടി. ഈ മറുപടി മൗലവിമാരെ കൊണ്ടും പറയിക്കാനുണ്ട്, എളുപ്പം കൂടുതൽ എടുപ്പിക്കണം. അപ്പോ ഇതെവിടെയുള്ളത്? ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അറവ് നടത്തി. അതാരാ വിശദീകരിച്ച്? ഞാനല്ല, ഇമാം സുയൂത്തി വലിയ പണ്ഡിതനാണ്, 3 ലക്ഷം ഹദീസ് പഠിച്ച പണ്ഡിതനാണ്. ആ പണ്ഡിതനതാ തന്റെ അൽ-ഹാബിയിൽ ഫതാവയുടെ 1-ാം പാഠത്തിന്റെ 162-ാമത്തെ പേജിൽ പറയുന്നു, നബിദിനത്തിന്റെ അസ്ല് എന്താണ്? ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ച് അറവ് നടത്തി. അപ്പൊ നിങ്ങൾക്ക് അത് ഹഖീഖത്താണ് പറണ്ട. സുയൂത്തി ഇമാമിന്റെ മറുപടി പറഞ്ഞു, ഹഖീഖത്താന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഹഖീഖത്ത് നേരത്തെ വല്ലിപ്പറുത്തുപോയി. അബ്ദുൽ മുത്തലിബ് നേരത്തെ അറുത്തു. ഇനി രണ്ടാമത് അറുക്കണ പണില്ല, അതവിടെ കഴിഞ്ഞു. പിന്നെ രണ്ടാമത് എന്തിനാ അറുത്തത്? അത് നബിദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് തന്നെ ഇമാം സുയൂത്തിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നബിദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്തും പറഞ്ഞ നാളെ ഞങ്ങൾ വെച്ചാൽ അല്ല പറയും ഇസ്ലാമിൽ ജന്മദിനുണ്ടോ? ഇസ്ലാമിൽ ജന്മദിനുണ്ടോ? മുഹമ്മദ് റസൂലുള്ളാഹി. ഇസ്ലാമിൽ ജന്മദിനുണ്ടോ? ഞങ്ങൾ കഴിക്കുമോ? എന്ത് കഴിക്കാൻ പറ്റും? ഞാൻ റഹ്മത്തുൽ ആലമീനല്ല, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. മെല്ലെ സാവധാനം. അവനവി എന്ത് നിങ്ങൾ ഇല്ലാത്ത വരുമ്പത്തായി പോവുകയാണ്. എന്താ ഹദീസ് പറഞ്ഞാൽ നബിന്റെ പേര് കളവ് പറയുന്നത്? ഇല്ല, ഞാനല്ല. ഈ കൗമിനെ നിങ്ങൾ കവറിങ്ങ മുട്ട് കുത്തിക്കാൻ വേണ്ടിയുള്ള തെളിവൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എല്ലാ തെളിവും പറഞ്ഞു, സുജൂദ് ചെയ്യാൻ വരെ പറഞ്ഞു. അള്ളയാണെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്യാന്ന് ഓർത്ത നിങ്ങൾ എത്തിപ്പെട്ടത്? പച്ചത്തുണിയാണെന്ന് വരെ പറഞ്ഞു. പച്ചത്തുണിയുടെ ബർക്കത്ത്. ഇപ്പൊ ജന്മദിനത്തിൽ തെളിവ്. ഇസ്ലാമിൽ ജന്മദിനില്ല. ഇത് കണ്ടങ്ങള് ജന്മദിനത്തിന് തെളിവ് പറയും. അതിനെ ഗണ്ണിക്കല്ല വേണ്ടത്. ഞാൻ തെളിവ് വായിച്ചരാ. കിതാബാണ്. കിതാബ് എന്നാ വായിക്കുന്നത്? കുൽത്തു സുയൂത്തി ഇമാം അവൻ ശരിക്ക് കേട്ടോളി, ശരിക്ക് കേട്ടോളി. അവിടെ നിങ്ങളെല്ലാരും കേട്ടോളി. മനസ്സിനോട് പറയാം, സുയൂത്തി ഇമാം എന്ന് പറഞ്ഞ ആരാ? നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ആളാണ്. അല്ലാതെ നൂഹ് നബി മാറിയിട്ട് ലൂത്ത് നബി ആയ ആളല്ല. അതിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഇമാം സുയൂത്തി എന്ന ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച പോലെ ഇന്നുള്ള എല്ലാ മുജാഹിദീനും കൂടി കൂട്ടിയാൽ ഇമാം സുയൂത്തി ധരിച്ച ചെരുപ്പാവാൻ പറ്റില്ല. അപ്പോ ആ സുയൂത്തി ഇമാം പറയാം. കേട്ടോ, നന്നായി മനസ്സിലാക്കി. കുൽത്തു, ഞാൻ പറയുന്നു സുയൂത്തി, അത് ലഹറലി, എനിക്ക് വ്യക്തമായി. തഖ്രീജുഹു അലാ അസ്ലിൻ നാഹർ, വേറെയും ഒരു തെളിവ്. അപ്പൊ ആദ്യം ഒരു തെളിവ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പുറമെ വേറെയും ഒരു തെളിവ് നബിദിനത്തിനുണ്ട്. അതേതാ? അത് വെറുതെ പറഞ്ഞതല്ല. അത് ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു. ആരാ ഹദീസ് പറഞ്ഞത്? അനസ് തങ്ങളാണ് പറഞ്ഞത്. എന്താ ഹദീസിലുള്ളത് കേട്ടോ? അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് അൻ നഫ്സിഹി ബഅദ നബുവത്തിന് ശേഷം സ്വന്തം ശരീരത്തിന് വേണ്ടി അറവ് നടത്തി. ഒരു ചോദ്യം, അത് ഹഖീഖത്തായി കൂടെ? അതിന് സുയൂത്തിയുടെ മറുപടി, പറ്റൂല പറ്റൂല. മഅന്നഹു ഖദ് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖഅൻഹു ഫീ സാബിഇ വിലാദതിഹി. അതെ, ഉപ്പ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ്, ആ അബ്ദുൽ മുത്തലിബ് മഹാനായ റസൂലുള്ളാഹിന്റെ ജന്മത്തിന്റെ 7ാമത്തെ ദിവസം ഹഖീഖ അറുത്തിട്ടുണ്ട്. വലാ തുസാദു മറത്തൻ ഥാനിയ.